ലൈറ്റ് ഹൗസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. രണ്ട് പരുന്തുകൾ വട്ടമിട്ട് പറക്കുകയായിരുന്നു. പെട്ടെന്നാണ് എന്തോ ഒന്ന് തങ്ങളുടെ തലയ്ക്ക് മുകളിലൂടെ അതിവേഗം പോകുന്നത് അവർ കണ്ടത്. അതിൻ്റെ വേഗത്തിൽ അത്ഭുതപ്പെട്ട് ആദ്യത്തെ പരുന്ത് രണ്ടാമനോട് ചോദിച്ചു, ആ പോയത് എന്താണ്? അതൊരു റോക്കറ്റാണ്. അവൻ്റെ സംശയം തീർന്നില്ല. റോക്കറ്റ് എന്തിനാണ് ഇത്രയും വേഗം? രണ്ടാമൻ പറഞ്ഞു, നിന്റെ വാലിന് തീ പിടിച്ചാൽ നീയും ഇതേ വേഗത്തിൽ സഞ്ചരിക്കും. പ്രചോദനത്തിൻ്റെ തീവ്രതയാണ് പ്രവർത്തനത്തിൻ്റെ തീഷ്ണത. ഉള്ളിൽ തീ പിടിച്ചവർ മാത്രമേ ഒരുമ്പിട്ടിറങ്ങുകയുള്ളൂ. ഊതി കത്തിക്കാൻ പാകത്തിനൊരു തീപ്പൊരിയെങ്കിലും ഉള്ളിൽ ശേഷിക്കുന്നുണ്ടെങ്കിൽ ആ ഊർജത്തിൻ്റെ പ്രസരണശേഷി അത്ഭുതാവഹമായിരിക്കും. എന്തിനോ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നവർക്ക് എങ്ങനെയെങ്കിലും സഞ്ചരിച്ചാൽ മതി. ശക്തമായ പ്രേരണ കൊണ്ട് മുന്നിട്ടിറങ്ങുന്നവർക്ക് ആർക്കും തടഞ്ഞു നിർത്താനാകാത്ത ആവേശവും വേഗവും ഉണ്ടാകും. വലിയ ദൂരങ്ങൾ ലക്ഷ്യമിടുന്ന പലരും തൊട്ടു മുമ്പുള്ള സ്ഥലങ്ങളിൽ യാത്ര അവസാനിപ്പിക്കുന്നത് ഉള്ളിലെ അഗ്നിക്ക് ജ്വലനശേഷി ഇല്ലാത്തതുകൊണ്ടാണ്. പുറത്തുള്ള ലക്ഷ്യങ്ങൾ ഉള്ളിലെ വൈകാരികതയുടെയും നാഡിയിടുപ്പിൻ്റെയും ഭാഗമായില്ലെങ്കിൽ അവ എന്നും കണ്ണെത്താ ദൂരമുള്ള മരീചികയായി ശേഷിക്കും. സ്വപ്നങ്ങളുടെ ചടുലതയും പരിശ്രമത്തിൻ്റെ ദ്രുതതാളവുമാണ് ഓരോരുത്തരുടെയും യാത്രയും ലക്ഷ്യവും തീരുമാനിക്കുന്നത്. മേഘക്കീറുകൾക്കു താഴെ നിൽക്കാൻ ശാന്തതയും മന്ദഗതിയും മതിയാകും. ചക്രവാളങ്ങളെ കീറി മുറിക്കുന്നവർക്ക് വേണ്ടതാണ് ശരവേഗം.